ഒരു ഗ്രാമത്തിൽ ഒരു കുഴിമടിയനുണ്ടായിരുന്നു. അവന് ജോലിക്കൊന്നും പോവാറില്ല. അങ്ങനെ ഒരു ദിവസം അവനിക്ക് വല്ലാതെ വിശന്നപ്പോൾ ഒരു ആപ്പിൾ തോട്ടത്തിലേക്ക് ആപ്പിൾ മോഷ്ടിക്കാൻ വേണ്ടി കയറി. ഇത് കണ്ട അവിടുത്തെ സെക്യൂരിറ്റിക്കാരന് അവനെ ഓടിച്ചു. അങ്ങനെ അവൻ ഓടി ഒരു കാട്ടിലേക്ക് എത്തി. അങ്ങനെ ആ കാട്ടിലേക്ക് എത്തിയപ്പോൾ അവനക്കൊരു കാഴ്ച കണ്ടു. ഒരു വളരെ വയ്യാത്ത ക്ഷീണിതനായ ഒരു കുറുക്കന് ഒരു പാറയുടെ അടിയിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു അലർച്ചയുടെ ശബ്ദം കേൾക്കുന്നത്. ആ സമയത്ത് മൃഗങ്ങളൊക്കെ നാനാഭാഗത്തും ഓടി രക്ഷപ്പെട്ടു. ഇവൻ ഈ കാഴ്ചകളൊക്കെ ഒരു മരത്തിൻ്റെ പിറകിൽ നിന്ന് നോക്കി. അപ്പോൾ അവന് കാണാൻ കഴിഞ്ഞത് ഒരു സിംഹം തൻ്റെ വായിൽ ഇറച്ചി കഷ്ണവുമായി ഇങ്ങനെ നടന്നു വരുന്നു. അങ്ങനെ അത് നേരെ ഈ കുറുക്കൻ്റെ അടുത്തേക്ക് പോയി. ആ ഇറച്ചി കഷ്ണം കുറുക്കൻ ഇട്ട് കൊടുത്തു. കുറുക്കൻ അത് സന്തോഷത്തോടു കൂടി കഴിച്ചു. അപ്പം ഇത് കണ്ടപ്പോൾ ഈ യുവാവിന് ആശ്ചര്യമായി. ഈ കുറുക്കനെ പോലെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ എനിക്കും ഫുഡ് കിട്ടുമല്ലോ. അത് വിചാരിച്ച് അവൻ എന്ത് ചെയ്തു, ഒരു മരച്ചുവട്ടിൽ പോയിരുന്നു. അങ്ങനെ ഒരുപാട് സമയം ഇരുന്നു. അവന് വല്ലാതെ വിശക്കാൻ തുടങ്ങി. ഒരാളും അവനിക്ക് ഫുഡ് കൊണ്ടു കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധനായ ഒരു ഗുരു ആ വഴി നടന്നു വരുന്നത്. ഗുരു അവനോട് ചോദിച്ചു, അവൻ്റെ ഈ വല്ലായ്മ കണ്ടിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ആ ക്ഷീണം കണ്ടിട്ട് ഗുരു അവനോട് ചോദിച്ചു, എന്താ പറ്റിയത്, എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? അന്നേരം അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അന്നേരം ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കണ്ടത് ദൈവത്തിൻ്റെ ഒരു മെസ്സേജാണ്. പക്ഷേ ആ മെസ്സേജ് നീ തെറ്റായി വായിച്ചു. ഈ കുറുക്കനെ പോലെ അലസനായി ഇരിക്കാനല്ല ദൈവം നിന്നോട് പറഞ്ഞത്. ആ സിംഹത്തെ പോലെ ആക്റ്റീവായി നന്നായി പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനാണ് ദൈവം നിന്നെ ആ കാഴ്ചയിലൂടെ പഠിപ്പിച്ചത്. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ കംഫർട്ട് സോണിൽ ഇരുന്നാൽ നമ്മുടെ ഉള്ള കഴിവുകൾ പോലും നശിച്ചു പോകും. താങ്ക് യു.